Hi, hello, welcome to another video. So in this video I am going to discuss about elasticity, especially torsion pendulum. A very important question as a practical session and also as a theory part. First day CBSE students in a theory part ആയിട്ട് നിങ്ങൾക്ക് elasticity എന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ് ടോർഷൻ പെൻഡുലം. പേപ്പർ ബേസിക് മെക്കാനിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ഇത് തിയറിയിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ടൈം പീരീഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ടോർഷൻ പെൻഡുലം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്യാൻ, അതിൻ്റെ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാനല്ല ഡിറൈവ് ചെയ്യാൻ, ആ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ അതല്ലാതെ അതിനകത്ത് ടോർഷൻ പെൻഡുലം വെച്ച് എക്സ്പെരിമെൻ്റലി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യനും അതിൽ നിന്ന് വരാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോർഷൻസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലകത്ത് പറയാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. വാട്ട് ഡു യു മീൻ ബൈ ടോർഷൻ പെൻഡുലം? ഇവിടെ നമ്മളിപ്പോൾ ഇലാസ്റ്റിസിറ്റി പഠിച്ചത് നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോസ്, ഇതിപ്പോൾ പല പാർട്ടായിട്ടാണ് ഇലാസ്റ്റിസിറ്റി എന്ന ചാപ്റ്റർ ഞാൻ ഈ വീഡിയോയ്ക്ക് ചാനലിനകത്ത് ഇട്ടിരിക്കുന്നത്. പല വീഡിയോസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളിൽ എലാസ്റ്റിസിറ്റിയിൽ യൂണിഫോം ബെൻഡിങ്, നോൺ യൂണിഫോം ബെൻഡിങ്, പിന്നെന്താ ബെൻഡിങ് മൊമെൻറ്റ് വെച്ചിട്ട് കാൻഡിലിവറിനെ നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ് യൂണിഫോം ബെൻഡിങ്ങിലും നോൺ യൂണിഫോം ബെൻഡിങ്ങിലും പഠിച്ചു. ഇനി ഇവിടെ പറയാൻ പോകുന്നത് ടോർഷൻ കപ്പിൾ ബേസ് ചെയ്തുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ടോർഷണൽ ഓസിലേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ടോർഷൻ പെൻഡുലം എന്നൊരു എക്സ്പെരിമെൻ്റാണ്. ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ലാബിൽ സെക്കൻഡ് ഈസി ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റും കൂടെയാണ്. അതായത് ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ സ്റ്റാൻഡിൽ ഒരു കോർക്ക് ഉണ്ടാവും, ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ടൊരു എന്തെങ്കിലും ഒരു സ്ക്രൂ അവിടെ ഉണ്ടാവും. അതിനകത്തുകൂടെ നമ്മളൊരു മെറ്റൽ വയറ് കടത്തിവിടും. ആ മെറ്റൽ വയറിൻ്റെ നെക്സ്റ്റ് എൻഡിൽ, അതായത് ഏറ്റവും അടുത്ത എൻഡിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ടാകും. ഓക്കെ, ഒരു നല്ലൊരു വെയിറ്റ് ഉള്ളൊരു മെറ്റൽ പ്ലേറ്റ് ഉണ്ടാവും. ആ മെറ്റൽ പ്ലേറ്റ് ഈ വയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വയറിൻ്റെ മറ്റൊരു എൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. വയറിൻ്റെ ഒരു എൻഡിൽ ഈ മെറ്റൽ പ്ലേറ്റും നെക്സ്റ്റ് എൻഡിൽ ഫ്രീ ആയിട്ടും വിട്ടേക്കുവാണ്. ഈ ഫ്രീ എൻഡിനെയാണ് നമ്മൾ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതാണ് ഈ ഒരു അപ്പാരറ്റസ് ആണ് നമ്മൾ ടോർഷൻ പെൻഡുലത്തിന് യൂസ് ചെയ്യുന്നത്. ഈ ഡിസ്ക്കാണ് നമ്മുടെ ടോർഷൻ പെൻഡുലത്തിന് നമ്മൾ ടോർഷണൽ ഓസിലേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പണ്ട് സിമ്പിൾ പെൻഡുലം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സിമ്പിൾ പെൻഡുലത്തിന് നിങ്ങൾ എന്ത് മോഷനായിരുന്നു അവിടെ? നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM പഠിക്കുന്ന സമയത്താണ്, നിങ്ങൾ +1 +2 സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കുന്നിടത്താണ് ഓസിലേഷൻസിൻ്റെ ഇതിൽ സിമ്പിൾ പെൻഡുലം പഠിച്ചിട്ടുള്ളത് അല്ലേ? അതിൻ്റെ ആ ഒരു ലാബിലെ എക്സ്പെരിമെൻ്റ്, നിങ്ങളൊരു ത്രെഡിലൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോബിനെ ഒരു പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ഓസിലേറ്റ് ചെയ്യിക്കുന്നത്. ഇവിടെ നമ്മൾ ആ ബോബിന് വരെ അവിടെ ത്രെഡ് എന്ന് പറയുന്നത് ഫ്രീലി മൂവിങ് ആയിരുന്നു. പക്ഷേ ഇവിടെ മെറ്റൽ വയറാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മെറ്റൽ ബേസ് മീൻസ് മെറ്റൽ ഡിസ്കിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു മെറ്റൽ വയറാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബലവും അതുമൊക്കെ കാണും അല്ലേ? ഒരു ത്രെഡിനെക്കാട്ടിലും നല്ല ബലവത്തായതായിരിക്കണം ഒരു മെറ്റൽ പ്ലേറ്റിനെ താങ്ങി നിർത്തണമെങ്കിൽ ഒരു മെറ്റൽ വയർ. അപ്പോൾ ആ മെറ്റൽ വയറിനെ ആ ഡിസ്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ ഡിസ്കിൽ എങ്ങനെ, ആ ഡിസ്ക് എന്താണ് അവിടെ ചെയ്യുന്നത്, അവിടെ ടോർഷണൽ ഓസിലേഷൻ കൊണ്ട് നമ്മൾ അവിടെ എടുക്കുന്ന ടൈം പീരീഡ്, ആ ഡിഫറെൻറ്റ് ടൈം പീരീഡ്സ് ഈ ഓസിലേഷൻ ടോർഷണൽ ഓസിലേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് പറയുന്നത് ചുരുക്കം. അപ്പോൾ ഇവിടെ ടോർഷൻ പെൻഡുലം എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹെവി ബോഡി സച്ച് ആസ് എ ഡിസ്ക്, എ മെറ്റൽ ഡിസ്ക് having a moment of inertia I is suspended by using a metallic wire whose one end is fixed on a rigid support and is capable of executing torsional oscillations when a torsional couple is applied. ഒരു ടോർഷണൽ കപ്പിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ടോർഷണൽ ഓസിലേഷൻസ് ഉണ്ടാകുന്നു ഈ മെറ്റൽ ഡിസ്കിൽ. എങ്ങനെ? ഈ മെറ്റൽ ഡിസ്ക് ഒരു മെറ്റൽ വയറുമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ആ ടോർഷണൽ ഓസിലേഷൻസ് കൊണ്ട് ഇത് ഓസിലേറ്റ് ചെയ്യും. Hence, when the body is twisted slightly by applying a torque and is released, the body will execute torsional oscillation. അതായത് നിങ്ങൾ പണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ
നിങ്ങൾ ബോബിന് നിങ്ങളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു അല്ലേ? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ മീൻസ് ആ ബോബിന് സ്റ്റഡി ആയിരുന്ന ബോബിന് നിങ്ങളൊരു ഒരുപാട് വലിയ ഫോഴ്സിലൊന്നുമല്ല ഒരു സൈഡിലോട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനെ റിലീസ് ചെയ്യുക ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഡിസ്ക് കൊണ്ടുവരിക. ഒരു സി ഡി ഒക്കെ പണ്ട് ഓർക്കുന്നുണ്ടാവുമല്ലോ, സി ഡി ഡ്രൈവ് നിങ്ങൾ സി ഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ സി ഡിക്ക് കുറേ കൂടെ നല്ല കട്ടിയുള്ള ഒരു മെറ്റൽ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തിക്നെസ് നിങ്ങളുടെ മനസ്സിൽ വരണം. അതുപോലെ തന്നെ ആ ഒരു റൗണ്ട് സർഫസും നിങ്ങൾക്ക് മനസ്സിൽ വരണം. ഓക്കെ, അതിൻ്റെ നടുക്ക് ഭാഗം ഒരു ഓട്ടയാണ് അല്ലേ സി ഡിയുടേത്. ഇവിടെ ആ ഓട്ടയ്ക്ക് പകരം അവിടെ ഒരു സ്ക്രൂവും അല്ലെങ്കിൽ ഒരു കണക്ഷൻ പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അത് ആ മെറ്റൽ വയറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഫിക്സ്ഡ് ഏരിയയാണ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ നമുക്ക് മാറ്റാനും ഊരാനൊന്നും പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഡിസ്ക്, അതിൻ്റെ നടുക്കുന്നൊരു വയറ് ഉണ്ട്. ഇനി ആ ഡിസ്കിനെ ഞാൻ ഹൊറിസോണ്ടലിയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടലി ഞാൻ ഓസിലേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഇത് ഒരു ഡിസ്കിനെ ഞാൻ തിരിക്കുകയാണ്, അല്ലാതെ ബോബ് ചെയ്തതുപോലെ നമ്മളൊരു പോയിന്റിലോട്ട് കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം ഈ ഒരു വയറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ മെറ്റൽ ഡിസ്കിനെ ഞാൻ ചെറുതായിട്ടൊന്ന് പുറകിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് ഒന്ന് തിരിക്കുന്നു, ഒന്ന് അതിനെ ട്വിസ്റ്റ് ചെയ്യിക്കുന്നു, അത്രയേ അവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടുത്ത ആ ടോർഗിന് അത് എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്തിട്ട് അത് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്നതിനൊപ്പം ഞാൻ അതിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബോഡി തന്നെ ഓസിലേഷൻ തുടങ്ങും. ആ ഓസിലേഷനാണ് നമ്മൾ ടോർഷണൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. Now by applying the law of conservation of energy, we can show that these torsional oscillations are SHM. This is simply സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മളവിടെ വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ ബോബിൽ എന്താണോ പണ്ട് ചെയ്തത്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു ബോബിന് നമ്മൾ എന്താണോ ചെയ്തത്, അതുപോലെ തന്നെ ഇവിടെ ഞാൻ ആ ഡിസ്കിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടങ്ങ് വിടുന്നു. ഓക്കെ, നിങ്ങൾ ഊഞ്ഞാൽ കളിക്കുന്നതുണ്ട് അറിയായിരിക്കും, ഊഞ്ഞാലിൽ കയറി കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഊഞ്ഞാലിൽ കയറി ഇരുന്നിട്ട് നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞ് വട്ടം കറങ്ങിയാൽ എന്ത് പറ്റും? തിരിച്ച് അത് നമ്മൾ വരുമ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ട് തിരിഞ്ഞിങ്ങനെ വരും അല്ലേ? തിരിഞ്ഞ് നമ്മൾ വന്ന് തല ഇറങ്ങിയിരിക്കും. ആ ഒരു അവസ്ഥ പോലെ തന്നെ ഇവിടെ അങ്ങനെ മാത്രം ആലോചിക്കുക. നമ്മൾ ആ ഈ ഡിസ്കിനെ ആ ഊഞ്ഞാലിൽ നമ്മൾ എങ്ങനെയാണോ തിരിക്കുന്നത്, ഊഞ്ഞാൽ ആടുന്നത് പോലെ ബാക്ക് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലാതെ അതിലിരുന്നു കൊണ്ട് നമ്മൾ ചുറ്റുന്നു, അതുപോലെ തന്നെ ഇവിടെ ടോർഷനെ ഈ ഡിസ്കിനെ ചുറ്റുവാണ് ഞാൻ. അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വിടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആ ടോർഷണൽ ഓസിലേഷനും SHM ആണ്. ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ ക്ലിയർ ആവും, ഒന്നും കൂടെ മൈൻഡ് ക്ലിയറായി ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ലാബിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിങ്ങളുടെ ടോർഷൻ പെൻഡുലത്തിൻ്റെ അപ്പാരറ്റസ് സെറ്റപ്പ് എന്തായാലും കാണും. സെക്കൻഡ് ECക്കാർ ഇത് ചെയ്യാറുള്ള എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ അവർക്കത് ഉണ്ട്. അന്നേരം നിങ്ങൾക്കത് വേണമെങ്കിൽ ചെന്ന് കാണാവുന്നതാണ് ടോർഷൻ പെൻഡുലത്തിൻ്റെ സെറ്റപ്പ്. ഓക്കെ, ടോട്ടൽ എനർജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം E is equal to kinetic energy plus potential energy. We all know that kinetic energy is half I omega square അല്ലേ? ക്വാണ്ടം മെക്കാനിക്സിലെ mv² ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വെച്ചിട്ട് പറയുമ്പോൾ half I omega square plus half c theta square, or it can be written as E is equal to half of I into ഒമേഗയ്ക്ക് ഞാൻ തീറ്റയുടെ ടേംസിൽ എഴുതുകയാണ്, d theta by dt the whole square plus half c theta square. Put it as equation number 1. Since the energy is conserved, d by dt is equal to 0 അല്ലേ? എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് will be equal to 0. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ടേം ആയിരിക്കും എനർജി എന്ന് പറയുന്നത്. അതിനെ പിന്നെ നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ എന്തായാലും അത് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഈ മോഡിലത്തെ ഇക്വേഷൻ്റെ ഡിഫറൻസിയേഷൻ എടുത്തിട്ട് അവനെ നമ്മൾ ഈക്വേറ്റ് ടു 0 ചെയ്യാൻ പറ്റും. അതിനാണ് ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, എനർജി കൺസേർവ്ഡ് ആണെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, എന്നിട്ട് അവനെ ഈക്വേറ്റ് ചെയ്യുന്നു 0-ലോട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? ഹാഫ് ഓഫ് I ഇൻറ്റു 2 d theta by dt into d square theta by dt square plus half c 2 theta into d theta by dt. With respect to time ആണ് ഞാൻ ചെയ്യുന്നത് differentiation. So d by dt is equal to half into 2i d theta by dt into d square theta by dt square plus half into 2c theta d theta by dt equal to 0. On simplification, I can write it as I into d square theta by dt square plus c theta is equal to 0, or ഈ ഐനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ
d square theta by dt square plus c by I equal to 0. C by I theta equal to 0. Put it as equation number 3. This is in the form of SHM. That is d square y by dt square plus omega square y equal to 0. ആ ഫോമിലാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് ടോർഷണൽ ഓസിലേഷൻ അല്ലെങ്കിൽ ടോർഷൻ പെൻഡുലം എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന് ഈക്വലൻ്റ് ആണെന്ന്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, ജസ്റ്റ് പ്രൂവ് ദാറ്റ് ടോർഷണൽ ഓസിലേഷൻസ് ആർ SHM. അത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് ഈ ഇത്രയും 2-3 സ്റ്റെപ്പ് മാത്രം പറഞ്ഞ് എഴുതി വെക്കാം. അതായത് എനർജിയുടെ ഇക്വേഷൻ എഴുതി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇക്വേറ്റഡ് ടു 0 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് SHMൻ്റെ അതേ മോഡലിലുള്ളൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പറയാം ടോർഷണൽ ഓസിലേഷനും SHM ആണെന്ന് പ്രൂവ് ചെയ്തു എന്ന്. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല, നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇനി അടുത്തത് ടൈം പീരീഡ് കാൽക്കുലേഷനാണ്. അപ്പം SHMന് ഈക്വലൻ്റ് ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതിൽ SHMന് ω0 ആണ് വൈയുടെ സ്ഥാനത്ത് വരുന്ന കോൺസ്റ്റൻറ്റ് ടേം എങ്കിൽ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് വരുന്ന കോൺസ്റ്റൻറ്റ് ടേം C by I ആണ്. സോ ഐ ക്യാൻ ഇക്വേറ്റ് ദീസ് ടു, ദറ്റ് ഈസ് omega square is equal to C by I or omega equal to root of C by I. And we know that time period T is equal to 2 pi by omega. So 2 pi by omega എന്ന് പറയുന്ന root of C by I ആണ്. അത് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പം 2 pi into root of I by C. This is our equation 5 where C is equal to pi eta r raised to 4 by 2L is the couple per unit twist of suspension wire. It is the coupling twist. അല്ലെങ്കിൽ ആ ട്വിസ്റ്റിനെ ബേസ് ചെയ്തുള്ള കപ്ലിംഗ് എഫക്റ്റ് ആണ് ഈ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൈ ഈറ്റ ആർ റേസ് ടു 4 by 2L. ഈ ഇക്വേഷൻ ആവശ്യമുള്ളതാണ്, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ഉപകരിക്കും. അതുപോലെ ഇത് ടൈം പീരീഡ് പ്രൂവ് ചെയ്യാനായിട്ട് ടോർഷൻ പെൻഡുലം വെച്ചിട്ട് ടൈം പീരീഡ് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ അത് പഠിക്കാമല്ലോ. That is 2 pi into root of I by C. I is the moment of inertia. ഇപ്പോൾ C by L എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. C by L ഒന്നുമല്ല ഇത് I മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ടൈം പീരീഡിൽ ടോർഷൻ പെൻഡുലം പറയുന്നത്. അപ്പം 2 pi into root of I by C. That is ടോർഷൻ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേഷൻ. ക്ലിയർ? ഇനി അടുത്തത് ഇതിൻ്റെ തിയററ്റിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ് ടു ഡിറ്റർമിൻ ദിസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഈ പടം വരയ്ക്കാനുള്ളതാണ്. ജസ്റ്റ് ഒരു സസ്പെൻഷൻ, അതായത് ഒരു ഫിക്സഡ് പോയിൻ്റ് വരയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വയറിൽ നിന്ന് ഒരു ഡിസ്ക് വെച്ചിട്ടുണ്ട്. ആ ഡിസ്കിൻ്റെ 2 പോയിൻറ്റിലും പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന M എന്നുള്ള പോർഷൻസ് 2 മാസസ് ആണ്, ഈക്വൽ മാസസ്. അതിൻ്റെ ഡിസ്റ്റൻസ് D1 ആണ്. എവിടെ നിന്ന്? സെൻറ്ററിൽ നിന്ന്, അതായത് ആ വയറിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് D1 ആണ്. ഇത് ടോർഷൻ പെൻഡുലം വിത്ത് ഈക്വൽ മാസസ്. എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നോക്കാം. കൺസിഡർ 2 ഐഡൻറ്റിക്കൽ മാസസ് ഓഫ് മാസ് M and moment of inertia I0 about its own axis are placed at equal distances D1 from the suspension wire as shown in figure 1. Let I be the moment of inertia of the disc and I1 be the moment of inertia of the system. Okay, moment of inertia about its axis എന്ന് പറയുന്നത് I0, പിന്നെ ഡിസ്കിൻ്റെ moment of inertia I1 എന്ന് പറയുന്നത് moment of inertia of the system. Applying parallel axis theorem, we can write the moment of inertia of identical masses about the axis, that is 2I0 plus 2m d1 square. So therefore the total moment of inertia is I1 is equal to I plus 2I0 plus 2m d1 square. Put it as equation number 1. അതുപോലെ അടുത്ത ഡിസ്റ്റൻസിൽ, അതായത് ഈ D1 എന്നുള്ളൊരു ഡിസ്റ്റൻസ് ബേസ് ചെയ്താണ്. അപ്പോൾ D1ഉം D2ഉം ഞാനിവിടെ D1 എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. D1 D2 എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ D1ഉം D2 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എന്താണ് അടുത്ത മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I2, ദാറ്റ് ഈസ് I plus 2I0 plus 2m d2 സ്ക്വയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളുക, പടത്തിലൊരു ചേഞ്ച് ഉണ്ട്. D1ഉം D2ഉം ആണ് മറ്റേത്. ഓക്കെ, 2 മാസസ് ഈക്വൽ ആണ്. ആ മാസസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D1ഉം D2ഉം ആണ്. അതിൽ D1 റിലേറ്റ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് പറയാൻ പറ്റുന്നത് I1 is equal to I plus 2I0 plus 2m d1 സ്ക്വയറും D2 എന്ന് പറയുന്നത്
I plus 2I0 plus 2md 2 square. ഇനി അത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് I2 minus I1 കിട്ടും. ദറ്റ് ഈസ് 2m into d2 square minus d1 square. Put it as equation number 3. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 3 ഓർത്ത് വെച്ചേക്കുക. അപ്പുറത്തെ സ്ലൈഡിൽ നമുക്ക് ഇവനെ ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ സബ്ട്രാക്ഷൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. 2m d2 square minus d1 square ആണ് I2 minus I1. അടുത്തത്, now let T0 be the time period of the torsion pendulum without the identical masses. അതായത് ഈ എക്സ്പെരിമെൻ്റ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പം ആ ഡിസ്കിൽ നമ്മൾ ആ മാസസ് വെക്കാതെ ആദ്യം നമ്മൾ ഓസിലേറ്റ് ചെയ്യിപ്പിക്കും. വിത്തൗട്ട് എനി ഐഡൻറ്റിക്കൽ മാസസ് ആ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് T1 ആൻഡ് T2 ആണ് അടുത്തത് കൺസിഡർ ചെയ്യാൻ പോകുന്നത് വിത്ത് മാസസ് അറ്റ് ഡിസ്റ്റൻസ് D1 ആൻഡ് D2 റെസ്പെക്റ്റീവ്ലി. Now we can get the equations, that is T0 square is equal to എന്താണ്, ഓൾറെഡി നമുക്ക് ടൈം പീരീഡ് അറിയാം ടോർഷൻ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഇസ് T is equal to 2 pi into root of I by C. അപ്പോൾ അവൻ്റെ സ്ക്വയർ എടുക്കുക. T0 സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 2 pi the whole square, that is 4 pi square into root of ICക്ക് പകരം root IC into root IC, that is I by C. root of I by C into root of I by C, that is I by C വരുമല്ലോ അല്ലേ? ഇനി T1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 pi square into I1 by C. അതുപോലെ T2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 pi square into I2 by C. ഓക്കെ ആണേ? T is equal to 2 pi into root of I by C ആയിരുന്നു. അവൻ്റെ സ്ക്വയർ എടുത്തു. അത്ര മാത്രമേ ഈ മൂന്ന് ഇക്വേഷൻസിൽ ചെയ്തിട്ടുള്ളൂ. ക്ലിയർ? ഇനി അതിൽ നിന്ന് I1 ഉം I2 ഉം കാണുവാണ്. നമ്മുടെ T1ൻ്റെയും T2ൻ്റെയും സ്ക്വയർസ് എടുത്ത ഇക്വേഷനിൽ നിന്ന് I1 ഉം I2 ഉം കാണുവാണ്. ദാറ്റ് ഈസ് I1 is equal to T1 square C by 4 pi square and I2 is equal to T2 square C by 4 pi square. അവരെ തമ്മിൽ ഇനി സബ്ട്രാക്ട് ചെയ്യാലോ. അതായത് I2 minus I1 will give you C by 4 pi square, that is the common factor, into T2 square minus T1 square. Put it as equation number 6. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കോളുക. ഇക്വേഷൻ 3ലും നമുക്ക് കിട്ടിയത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ സബ്ട്രാക്ഷൻ ഫോം ആണ്. ദാറ്റ് ഈസ് I2 minus I1 is equal to 2m into d2 square minus d1 square ആയിരുന്നു. അവനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് 2m d2 square minus d1 square is equal to ബാക്കി മോളിൽ കിടക്കുന്നത് C by 4 pi square into T2 square minus T1 square. അതിൽ നിന്ന് C by 4 pi square is equal to 2m into d2 square minus d1 square divided by T2 square minus T1 square. ക്ലിയർ ആണേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാനാണ് പോകുന്നത് ടോർഷൻ പെൻഡുലം വെച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നതിൽ C ഉണ്ട്, മാസ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്. ഇനി ടൈം പീരീഡ് ഓൾറെഡി നമ്മൾ ആദ്യം വിത്തൗട്ട് എനി മാസസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവനെ ഇങ്ങോട്ട് എടുക്കുന്നു. T0 square is equal to I into 4 pi square by C. ഇതിൽ 4 pi square by C തന്നെ അല്ലേ C by 4 pi square, റെസിപ്രോക്കൽ അല്ലേ രണ്ടും. അപ്പം എനിക്കത് ഈ ഇക്വേഷൻ 7 അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് I into 4 pi square by Cക്ക് പകരം ഇവിടെ 1 by 2m into T2 square minus T1 square divided by D2 square minus D1 square. അതല്ലേ എഴുതിയേക്കുന്നത്? T0 square is equal to I divided by 2m into ഇവിടെ കിടക്കുന്ന ഡിനോമിനേറ്ററിലെ ടേം ഇവിടെ ന്യൂമറേറ്ററിൽ വരും. ഓക്കെ? ഹെൻസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I will be equal to 2m into ഇതിൽ നിന്ന് എനിക്ക് I കിട്ടുമല്ലോ. ഇതേ കിടക്കുന്നു I അല്ലേ? ഇവിടെ എനിക്ക് I ഉണ്ട്. അപ്പോൾ ആ ഐനെ ടേമിനെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് എഴുതി. എന്നിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് 2mനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അതായത് 2m ദേ ഇവിടെ വരുന്നു. അടുത്തത് D2 സ്ക്വയർ മൈനസ് D1 സ്ക്വയർ അവനും ഇവിടെ വന്നു 2mൻ്റെ കൂടെ. ബാക്കി ആരുണ്ട്? T0 സ്ക്വയർ ഉണ്ട് അല്ലേ? അവിടെ തന്നെ T0 സ്ക്വയർ ഉണ്ട്. അവനെയും ഞാൻ ഇവിടെ എഴുതി. ഡിവൈഡഡ് ബൈ T2 സ്ക്വയർ മൈനസ് T1 സ്ക്വയർ. അവൻ ന്യൂമറേറ്ററിൽ വന്നു. സോ ദിസ് ഇസ് അവർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ ഫോർ ടോർഷൻ പെൻഡുലം. I hope it's clear. ഇച്ചിരി ഒന്ന് ആലോചിച്ച് ആ സ്റ്റെപ്സ് ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടാവുന്നതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഇതിനകത്ത് ചെയ്യാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ. Now next is how to determine it experimentally.
മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തിയറട്ടിക്കലി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇക്വേഷൻ വഴി കാണിച്ചത്. ഇനി അടുത്തത് എക്സ്പെരിമെൻ്റൽ വഴി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഡ്രോ എ റെഫറൻസ് ലൈൻ ഓൺ ദ ഡിസ്ക് along its diameter. Okay, the torsion pendulum is set for a desired length L in between the two chunks, one on the clamp and other on the disc. ഒരു ഡിസയർഡ് ലെങ്ത് എല്ലിനെ വെച്ചിട്ട് ഒരു കൺസിഡർ ചെയ്ത ഒരു ലെങ്ത്തിൽ രണ്ട് ടു ചങ്ക്സ്, അതായത് ടു മാസസ്, വൺ ഓൺ ദ ക്ലാമ്പ് ആൻഡ് ദ അതർ ഓൺ ദ ഡിസ്ക്. അതായത് ആദ്യം നമ്മളൊരു റെഫറൻസ് ലൈൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടി ഒരു ഓൺ ദിസ് ഡിസ്ക് അലോങ് ഇറ്റ്സ് ഡയമീറ്റർ, അതായത് അവിടെ നമുക്ക് അതിൻ്റെ ഡയമീറ്റർ വഴി നമുക്ക് വെക്കാനായിട്ട് നമ്മുടെ മാസസ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ആദ്യം ആ ഡിസ്കിൽ ഒരു റെഫറൻസ് ലൈൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സസ്പെൻഷൻ വയറുണ്ടല്ലോ, മെറ്റാലിക് വയർ, ആ മെറ്റാലിക് വയറിന് ഒരു ഡിസൈഡ് ലെങ്ത്തിൽ, അതായത് ബിറ്റ്വീൻ ടു ചങ്ക്സ്, ദാറ്റ് മീൻസ് ഓൺ ദ ക്ലാമ്പ്, അതായത് ആ സ്റ്റാൻഡ് വഴിയും പിന്നെ ഈ ഡിസ്കിലും കൂടെ ചേർന്ന് ഒരു ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്ത് വെക്കുന്നു. A pointer is arranged close to the disc to count the oscillations. അതായത് നമ്മൾ പെൻഡുലത്തിൽ നമ്മൾ എ ടു ബി, ബി ടു എ എന്ന് പറയുമ്പോഴാണ് വൺ ഓസിലേഷൻ അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ഒരു പോയിന്റിൽ എത്തിയിട്ട് അത് തിരിച്ചു വന്ന് ആദ്യം വിട്ടിടത്ത് തന്നെ തിരിച്ചെത്തിയാൽ മാത്രമേ ഫസ്റ്റ് ടോർഷണൽ ഓസിലേഷൻ ആവൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു പോയിന്റർ അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക, കുറിച്ച് വെച്ചേക്കുക. എന്നിട്ട് the disc is twisted slightly and is released. The pendulum executes torsional oscillations. The time for 20 oscillations is noted. 20 oscillations stop watch വെച്ച് നമ്മൾ നോട്ട് ചെയ്യും. Repeat the process and average time for 20 oscillations is calculated. From this the average time period is determined. T0 determine ചെയ്യും. അതായത് ഈ സമയത്ത് നമ്മുടെ ഡിസ്കിൽ മാസസ് വെച്ചിട്ടില്ല. ഇനി അടുത്തത് എന്താണ്, ഇതേ എക്സ്പെരിമെൻറ്റ് നമ്മൾ മാസസ് വെച്ചിട്ട് D1 ഉം D2 ഉം വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്കിൽ വെച്ചിട്ട് ആ റെഫറൻസ് ലൈനിൽ കൂടെ, ആദ്യം വരച്ച ആ ലൈനിൽ കൂടെ, ഡയമെട്രിക്കൽ ലൈനിൽ കൂടെ നമ്മൾ D1 D2 വെച്ചിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ടൈം പീരീഡ് എന്താണ് നോക്കിക്കേ. The two identical masses are masses, MASSES. Okay, masses are placed on a diametrical line at equal distances D1 and D2, each from the center of the disk, and corresponding time periods T1 and T2 are determined. Then from the values of M, T0, T1 and T2, the moment of inertia I can be calculated using the equation. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂസിങ് ദിസ് ഇക്വേഷൻ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്തുവാ, ഒരു T0യും സ്ക്വയറും T2 സ്ക്വയർ മൈനസ് T1 സ്ക്വയർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I is equal to 2m into എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാം. So that's all about this torsion pendulum. I hope it's clear for all of you. Torsion pendulumത്തിൻ്റെ എന്താണെന്ന് പറഞ്ഞു നമ്മൾ, അതിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന പാർട്ട് അവിടെയുണ്ട്, ടോർഷൻ പെൻഡുലം എന്താണെന്നുള്ളത്. പിന്നെന്താ, ടോർഷൻ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ SSM തന്നെയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ്, ഒരു സ്റ്റെപ്സ് 1-2 അവിടെ ഉണ്ടായിരുന്നു. അതും നമുക്ക് ആവശ്യമുള്ളതാണ്. അതൊക്കെ സ്റ്റെപ്സ് എഴുതി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ടോർഷൻ പെൻഡുലത്തിൻ്റെ വെച്ചിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ടോർഷൻ പെൻഡുലം വെച്ചിട്ട് നമുക്ക് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം. ആ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഒരു തവണത്തെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോർഷൻ പെൻഡുലം വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടത് ഫ്രീക്വൻസി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അല്ല, ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ, ഫ്രീക്വൻസി വെച്ചിട്ടെന്നല്ല, ടൈം പീരീഡ് ഡയറക്റ്റ് അല്ല പറഞ്ഞേക്കുന്നത്, ഫ്രീക്വൻസി ഓഫ് ടോർഷൻ പെൻഡുലം എങ്ങനെ ഡിറൈവ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് പെട്ടെന്ന് കേൾക്കുമ്പോൾ അയ്യോ എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളതെങ്കിൽ ടൈം പീരീഡും ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. അത് വെച്ചിട്ട് ആ ഇക്വേഷൻ നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെന്താ അടുത്തത്, പിന്നെ അടുത്തത് ഇവിടെ ഡിസ്കസ് ചെയ്തത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തിയറട്ടിക്കലിയും എക്സ്പെരിമെൻ്റലിയും എങ്ങനെ ടോർഷൻ പെൻഡുലത്തിൽ നമ്മൾ ചെയ്യും. അതിൽ തിയറട്ടിക്കലി ആണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ I is equal to എന്ന് പറഞ്ഞ് 2m എന്ന് പറഞ്ഞുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് പഠിക്കണം. ഓക്കെ, അത് ഡിറൈവ് ചെയ്യാൻ തന്നെ പഠിച്ചു വെക്കണം. പിന്നെന്താ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്
തിയറിറ്റിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പെരിമെൻ്റൽ വർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. ഒരു ഇച്ചിരി ലെങ്ത് കൂടിയൊരു വീഡിയോ ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക, കേൾക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും പോയിൻ്റ് ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ചോദിക്കുക മീൻസ് കമൻറ്റ് ആയിട്ട് പറയാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.